ഫ്രാൻസിസ് പാപ്പ നാമനിർദ്ദേശം ചെയ്ത 21 പേർ നാളെ ഡിസംബർ 7 നടക്കുന്ന ചടങ്ങിൽ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെടും. ഈ അവസരത്തിൽ റോമിലെ ഏറ്റവും പുരാതനമായ തയ്യൽക്കട ഗാമറലി ടൈലർ ഷോപ്പ് വാർത്തകളിൽ ഇടം നേടുകയാണ്. പുതു കർദിനാൾമാരുടെ ചടങ്ങിനുള്ള ഔദ്യോഗിക വസ്ത്രം തയ്ക്കുന്നതിന്റെ തയ്യാറെടുപ്പിലായിരുന്നു ഗാമറലി. ഫ്രാൻസിസ് മാർപ്പാപ്പ പുതിയ കർദിനാൾമാരെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഗാമറലി ഷോപ്പിന്റെ പ്രദർശനജാലകം പരമ്പരാഗത കർദിനാൾ വസ്ത്രങ്ങളാൽ ക്രമീകരിച്ചിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. ലോറൻസോയും മാസിമിലിയാനോയും ചേർന്നാണ് നിലവിൽ ഷോപ്പ് നടത്തുന്നത്. 1798 റോമൻ വൈദികരുടെ തയ്യൽക്കാരനായിരുന്നു ജിയോവന്നി ആന്റോണിയോ. ഗാമറലി ആരംഭിച്ച നാൾ മുതൽ ആയിരക്കണക്കിന് വൈദികർക്കും മെത്രാൻമാർക്കും കർദിനാൾമാർക്കും വേണ്ട സഭാവസ്ത്രങ്ങൾ തയ്ച്ചു നൽകുന്ന സ്ഥാപനമാണിത്. പാപ്പയുടെ വസ്ത്രങ്ങൾക്ക് വേണ്ടിയുള്ള ഓർഡറുകൾ സെക്രട്ടറിമാർ വഴിയാണ് ഇവർക്ക് ലഭിക്കുന്നത്. തയ്യാറാക്കിയ വസ്ത്രങ്ങൾ ഒരാഴ്ചക്കകം എത്തിച്ചു കൊടുക്കുന്നുണ്ടെന്ന് ഇവർ പറയുന്നു. നാളെ ഡിസംബർ 7 ചടങ്ങിൽ പുതിയ കർദിനാൾമാർ ആദ്യമായി കടും ചുവപ്പ് നിറത്തിലുള്ള കസോക്കും തുപ്പിയും ധരിക്കും. ഈ ചുവപ്പ് കസോക്ക് പ്രധാനപ്പെട്ട ആരാധനാ ശുശ്രൂഷകളിലും ചടങ്ങുകളിലുമാണ് ധരിക്കുക. നാളത്തെ ചടങ്ങിൽ വെച്ചാണ് ഫ്രാൻസിസ് പാപ്പ പുതിയ കർദിനാൾമാർക്ക് ചതുരത്തിലുള്ള ചുവന്ന തുപ്പിയും മോതിരവും നൽകുക. പുതിയ കർദിനാൾമാർ നൽകിയ ഓർഡറുകൾ പൂർത്തിയാക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ ഗാമറലി. വിശുദ്ധ വസ്ത്രങ്ങൾ ഒരുക്കുന്നതിനായി കഴിവുള്ള തയ്യൽക്കാരെ കണ്ടെത്തുക അത്ര എളുപ്പമല്ലെങ്കിലും തങ്ങളാൽ കഴിയുന്നിടത്തോളം ഞങ്ങൾ മനോഹരമായ ഈ പാരമ്പര്യം തുടരുമെന്നും ഗാമറലി. കടയുടെ പ്രദർശന ജാലകത്തിൽ മാർപ്പാപ്പ ധരിക്കുന്ന ഒരു വെളുത്ത തൊപ്പി എപ്പോഴും പ്രദർശിപ്പിച്ചിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. പാപ്പയെ കാണുമ്പോൾ അദ്ദേഹം ധരിച്ചിരിക്കുന്ന തൊപ്പി കരസ്ഥമാക്കുവാൻ പുതിയ തൊപ്പി നൽകി കൈമാറ്റം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ തങ്ങളെ സമീപിക്കാറുണ്ടെന്നും ഗാമറലി പറയുന്നു.